മുക്കുവനും സ്വർണ്ണ മത്സ്യവും പുതിയ കഥ ഇവിടെ തുടങ്ങുന്നു. ഒരിടത്ത് ഒരു ചെറിയ കുടിലിൽ മുക്കുവനും അയാളുടെ ഭാര്യയും താമസിച്ചിരുന്നു. അടുത്തുള്ള ഒരു വലിയ കുളത്തിൽ നിന്നും അയാൾ ദിവസവും മീനുകളെ പിടിച്ച് പട്ടണത്തിൽ കൊണ്ടുപോയി വിൽക്കും. തണുപ്പുകാലത്ത് ഒരു ദിവസം പുലർച്ചെ പതിവ് പോലെ മുക്കുവൻ മീൻ പിടിക്കാനായി പോയി. തണുപ്പ് കാരണം മറ്റു മുക്കുവന്മാരൊന്നും വീടിന് വെളിയിൽ ഇറങ്ങിയിരുന്നില്ല. അയാൾ കുളത്തിലേക്ക് വല വീശി. വല വലിച്ചെടുക്കുമ്പോൾ അതിനു വല്ലാത്ത ഭാരമുള്ളതായി തോന്നി. ഇതിൽ ഈ കുളത്തിലെ എല്ലാ മീനുകളും പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അയാൾ അത്ഭുതപ്പെട്ടു. വല ഉയർത്തി നോക്കിയപ്പോൾ അയാൾക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. വലക്കുള്ളിൽ മനോഹരമായ ഒരു സ്വർണ്ണ മത്സ്യം. നല്ലൊരു കൊയ്ത്ത് തന്നതിന് അയാൾ ദൈവത്തോട് നന്ദി പറഞ്ഞു. മത്സ്യത്തെ പിടിച്ചു കുട്ടയിലിടാൻ തുടങ്ങവേ മധുരമായ ശബ്ദത്തിൽ മത്സ്യം പറഞ്ഞു, "അല്ലയോ മുക്കുവ, ഞാൻ മീനുകളുടെ രാജ്ഞിയാണ്. എന്നെ നീ കുളത്തിലേക്ക് തന്നെ തിരികെ വിട്ടാൽ നീ ആവശ്യപ്പെടുമ്പോഴൊക്കെ വെള്ളത്തിന് മുകളിലേക്ക് വരികയും നിന്റെ ഏത് ആഗ്രഹവും സാധിച്ചു തരികയും ചെയ്യാം. പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട്. ഇപ്പോൾ മുതൽ ഈ കുളത്തിൽ നിന്നും നീ ഒരു മീനിനെയും പിടിക്കരുത്." മത്സ്യത്തെ വിട്ടുകളയാൻ മുക്കുവന് ആദ്യം മനസ്സു വന്നില്ല. എങ്കിലും മീനുകളുടെ രാജ്ഞിയെ കുളത്തിലേക്ക് തന്നെ വിടാൻ തീരുമാനിച്ചു. അത് കുളത്തിനുള്ളിലേക്ക് മറഞ്ഞു. മുക്കുവൻ സന്തോഷത്തോടെ നൃത്തം വെച്ചുകൊണ്ട് വീട്ടിലേക്ക് ചെന്നു. വലയും കുട്ടയും എല്ലാം വലിച്ചെറിഞ്ഞ് അയാൾ ഉറക്കെ പാടാൻ തുടങ്ങി. താനൊരു അത്ഭുത മത്സ്യത്തെ പിടിച്ചെന്നും പിന്നെ അതിനെ കുളത്തിലേക്ക് തന്നെ വിട്ടെന്നും അയാൾ എല്ലാവരോടും പറഞ്ഞു. പക്ഷെ ആരും അത് വിശ്വസിച്ചില്ല. മീനുകളുടെ രാജ്ഞിയെ വിട്ടുകളഞ്ഞതിൽ മുക്കുവനോട് ഭാര്യ കോപിച്ചു. അവർ ഒരു അത്യാഗ്രഹിയായിരുന്നു. ഇപ്പോൾ തന്നെ പോയി മത്സ്യരാജ്ഞിയോട് നമുക്കൊരു കൊട്ടാരം പണിതു തരാൻ പറയ്, അവർ മുക്കുവനോട് കൽപ്പിച്ചു. മുക്കുവൻ കുളക്കരയിലെത്തി മത്സ്യരാജ്ഞിയെ വിളിച്ചു. ഉടൻ തന്നെ മത്സ്യം പ്രത്യക്ഷപ്പെട്ടു ചോദിച്ചു, "എന്താണ് നിന്റെ ആഗ്രഹം?" തനിക്കൊരു കൊട്ടാരം പണിതു തരണമെന്നും മുക്കുവൻ അപേക്ഷിച്ചു. "നീ തിരിച്ചു ചെല്ലുമ്പോൾ നിന്റെ കുടിലിന് സ്ഥലത്ത് ഒരു കൊട്ടാരമുണ്ടാകും," മത്സ്യരാജ്ഞി പറഞ്ഞു. തിരിച്ചെത്തിയപ്പോൾ കണ്ടു മുക്കുവൻ ആനന്ദഭരിതനായി.